ശ്യാമിലി, എറണാകുളം ഓണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓണത്തിന്റെ ആ ഒരു മൂഡിലേക്ക് എറണാകുളം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, എറണാകുളം ഇപ്പോൾ അത്ര അധികം നേരത്തെ ഉണർന്ന് സാധനങ്ങൾ വാങ്ങാൻ വരുന്നൊരു രീതിയല്ല എറണാകുളത്തുകാർക്കുള്ളത്. കുറച്ച് ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് അവരിന്ന് പുറത്തേക്ക് ഇറങ്ങി രാത്രി പർച്ചേസിങ് കൂടുതലുള്ള സ്ഥലമാണ് എറണാകുളം. അപ്പോൾ തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ എറണാകുളം മാർക്കറ്റിൽ. പക്ഷേ എറണാകുളം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തും കിട്ടും. ഓണത്തിന് വേണ്ട എന്തും. ഓണത്തിന് വേണമെങ്കിൽ മഹാബലി വന്നാൽ മഹാബലിക്ക് വേണ്ട ഒരു കുട പോലും ഇവിടെ കിട്ടുന്ന മഹാബലിയുടെ കുട പോലും ഇവിടെ മാർക്കറ്റിലുണ്ട്. ഇനിയിപ്പോൾ മഹാബലിക്ക് ഓണം കൂടാനായിട്ട് കുട എടുക്കാൻ പാതാളത്ത് നിന്ന് മറന്നിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ തയ്യാറാണ്. അങ്ങനെ എല്ലാവിധ ആഘോഷങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാം ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും അങ്ങനെ എല്ലാം ഉണ്ട്. ഇന്നലെ ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല തിരക്കായിരിക്കും. കാരണം നാളെ രാവിലത്തേക്ക് സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഇനി മേടിക്കാതിരിക്കുന്നവരെല്ലാവരും തന്നെ വരും. ചേച്ചി, ഉത്രാടത്തിനുള്ള സാധനങ്ങൾ മേടിക്കാൻ? അതെ അതെ. എന്താണ് ഇന്ന് ഇത്തവണ എന്താണ് സ്പെഷ്യല്? സ്പെഷ്യലൊക്കെ പോലെ തന്നെ സദ്യ ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. വാങ്ങിയോ? അപ്പൊ വാങ്ങിയോ? വാങ്ങിച്ചു. ഇനിയിപ്പോ ഏറ്റവും അവസാനം ഒരുക്കാനുള്ളതായിരിക്കും. അതെ 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 അതെ. ഒരുമാതിരി വാങ്ങാനുള്ളവരൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് തന്നെ എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. ബാക്കി ഒരുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ഓട്ടത്തിലാണ് ആളുകളുള്ളത്. വിലയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിലയൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ നമുക്ക് സവാളയ്ക്കൊക്കെ അത്യാവശ്യം വിലയുണ്ട്. അതുപോലെ തന്നെ അച്ചാറിടാനുള്ള നാരങ്ങ ഒക്കെ അത്യാവശ്യം നല്ല വിലയായല്ലേ? പിന്നെ വില ഇപ്പോൾ കുറവും, ഇപ്പൊ തന്നെ കുറയും. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വില കുറയും. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വില കുറച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നാളെ മറ്റന്നാൾ അവധിയാണല്ലോ. ഇതൊക്കെ വിറ്റ് പോണല്ലോ. ഇപ്പോഴൊക്കെ നല്ല പീക്ക് ലെവലായിരിക്കും. ചേച്ചി, മേടിച്ചോ? എല്ലാം സാധനങ്ങളും വാങ്ങിയോ? എന്താണ് ഓണത്തിന് എന്തോ പ്ലാൻ? എന്താണ്? സദ്യയും പരിപാടികളൊക്കെ ഉണ്ടോ? യാത്രയൊക്കെ ഉണ്ടോ? ഇല്ല, ഇവിടെ തന്നെയാണ്. മഴ ആയതുകൊണ്ട് എവിടെയും പോണില്ല. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒന്നും വന്നില്ലേ വാങ്ങാനായിട്ട്? വന്നിരുന്നു, കഴിഞ്ഞ ആഴ്ചയിലും വന്നിരുന്നു. അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. ഇനിയിപ്പോൾ ഇന്നെന്താ വാങ്ങാൻ വന്നേ? ഇന്ന് അവിയലിനുള്ള സാധനങ്ങള്, സാമ്പാർ, അവിയൽ. എന്തെങ്കിലും ഇപ്പൊ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇഞ്ചിക്കറിയൊക്കെ ഇന്ന് ഉണ്ടാക്കിയുള്ളൂ. അച്ചാറൊക്കെ സെറ്റാക്കിയോ? അച്ചാറൊക്കെ സെറ്റാണ്. അതാണ്. അപ്പോൾ ഇവിടെ ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉള്ള സ്ഥലമാണ് എറണാകുളം മാർക്കറ്റ്. ഇവിടെ സാധനങ്ങൾ. ചേച്ചി, ഓണത്തിന് എന്താണ് പരിപാടി? എന്തൊക്കെ മേടിച്ചു? സൗണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ നാളെ എന്തായാലും ആഘോഷിക്കാനുള്ളതാണ്. അപ്പൊ സൗണ്ട് ഒട്ടും. എന്താ വാങ്ങാൻ വന്നതാ? ഓണത്തിനുള്ളതാണോ? ഇല്ല, ദ്വീപിൽ കൊണ്ടുപോവാനാ. ദ്വീപിലാണോ? ലക്ഷദ്വീപ്. അവിടെ ഓണം ഉണ്ടോ? അവിടെ ഓണമില്ല. എന്താണ് എല്ലാവർക്കും ഓണമുണ്ട്? നമ്മള് മുസ്ലിങ്ങളല്ലേ. അയ്യോ, അങ്ങനെയൊന്നുമില്ല. സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ട് ഓണം. ഓണം നമുക്ക് ഇവിടെ കേരളത്തിലുള്ളവർക്ക് ഓണമുണ്ട്, ലക്ഷദ്വീപിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഓണമുണ്ട്. കാരണം കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓണം ഉള്ളതാണ്. എന്തായാലും ഇവിടെ സാധനങ്ങൾ മേടിക്കാൻ നല്ല തിരക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിയുമ്പോൾ നല്ല തിരക്കാവും. ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ അവധി ദിവസം ആകുമ്പോൾ നാളെ മറ്റന്നാളൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ വിറ്റ് തീർക്കാനുള്ളൊരു ഉത്സാഹത്തിലാണ് ആളുകളുള്ളത്. എങ്ങനെയുണ്ട്? തിരക്കായി തുടങ്ങുമോ? തിരക്കൊന്നും ആയിട്ടില്ല, മഴയല്ലേ. മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ക്ഷീണമാണ്. ആയി വരുമെന്ന് പ്രതീക്ഷിക്കണം. ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ആൾക്കാർ കൂടണം അല്ലേ? ഉണ്ടാവും. അവരുടെ എടുത്തു കൊടുക്കാനുള്ള തിരക്കിലാണ്. ചാനലിന്റെ പേര് എന്താണ്? ന്യൂസ് മലയാളം. ഓക്കെ. അപ്പോൾ എന്തായാലും സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് ആൾക്കാരൊക്കെ. ഇപ്പൊ തിരക്ക് കൂടി വരുന്നതേ ഉള്ളൂ. പച്ചക്കറിയുടെ ഉച്ചയ്ക്ക് ശേഷം കുറയും. സൈഫുന് സദ്യയിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം? അച്ചാറാണെന്ന് തോന്നുന്നു. നേരത്തെ ഒരാളോട് അച്ചാറിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള വിഭവം അവിയലും സാമ്പാറുമാണ്. അവിയലും സാമ്പാറും എപ്പോൾ കിട്ടിയാലും കഴിക്കും. എങ്ങനെ? വാഴയിലയുടെ വില എന്താ? വാഴ 12 രൂപ. ഒരേലയ്ക്ക് 12 രൂപ ഉണ്ട്. തിരുവനന്തപുരത്ത് അത് 10 രൂപയായിരുന്നു കേട്ടോ. എറണാകുളത്തേക്ക് വരുമ്പോഴത്തേന് 2 രൂപ കൂടി. ഈ മഴ നിൽക്കുന്നുണ്ട്. രണ്ടാമത് ഓൺലൈൻ ബിസിനസ് കൂടി മാർക്കറ്റിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. എന്തായാലും തെക്കുന്ന് വടക്കോട്ട് പോകുന്നവരും എല്ലാത്തിനും വില കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അതെ, അത് തന്നെയാണ് ഞാനിപ്പോ പറയുന്നത്. അവിടെ തിരുവനന്തപുരത്ത് ദേവൻ വാഴയിലയുടെ വില ചോദിച്ചപ്പോൾ 10 രൂപയായിരുന്നു. ഇപ്പോഴത് 12 ആയിട്ടുണ്ട്. പിന്നെ സദ്യയുടെ കാര്യത്തിൽ, സദ്യയിൽ എനിക്കിഷ്ടം അവിയലും പിന്നെ ഓലനുമാണ്. ഓലൻ ഇവിടെ എങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്കവിടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പയറും മറ്റേ പച്ചക്കായയും വട്ടത്തിലരിഞ്ഞൊക്കെ ഇട്ട് ഉള്ള ഒരു വിഭവം.